ഇന്ത്യ ടൂർ ഓഫ് അയർലൻഡ് 2020 പരമ്പര 2 മത്സരങ്ങൾ അടങ്ങിയ 2020 പരമ്പര തുടങ്ങി നമുക്കറിയാം. ആദ്യ മത്സരത്തിൽ ഇന്ത്യ അണ്ടർസ്റ്റാൻഡ് തോറ്റു എന്നറിയാം. 182 റൺസ് വിജയലക്ഷ്യമായിട്ട് ഇറങ്ങിയ ഇന്ത്യ 150 അങ്ങോട്ട് ഓൾ ഔട്ട് ചെയ്യും. വലിയ സർപ്രൈസും ഒന്നും ഇല്ല. ഇത് വലിയ കാര്യമായിട്ട് ഇന്ത്യ എടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ലോകകപ്പിൽ ഇറങ്ങിയ ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ തന്നെയാണ് ഈ കളിക്ക് ഇറങ്ങിയത്, ഓപ്പണിംഗ് അടക്കം. വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻസി അദ്ദേഹത്തെ മാറ്റിയിരുന്നു, അദ്ദേഹത്തെ ടീമിൽ നിന്ന് മാറ്റിയിരുന്നു. ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻസി ആക്കി. അദ്ദേഹത്തിന് ആദ്യ കളി ജയിക്കാൻ പറ്റിയില്ല. 182 എന്നുള്ള ശക്തമായ സ്കോറാണ് അവർ എടുത്തത്. ബുംറയൊന്നുമില്ല, ഹർഷദീപും ഒക്കെയാണ് എറിയുന്നത്. പിന്നെ ഹർഷദീപ്, പ്രസിദ്ധ് കൃഷ്ണ, പിന്നെ അങ്ങനത്തെ കുറച്ച് പേരൊക്കെ എറിയണം. ബാറ്റിങ്ങിൽ 182 എന്നുള്ള ശക്തമായ സ്കോർ അവർ എടുത്തു. ഡിഫെൻഡ് ചെയ്യാൻ മറുപടി ബാറ്റിംഗ് ഇറങ്ങി ഇന്ത്യ 20 ബോളിൽ 50 റൺസ് എടുത്തു. നമ്മുടെ അഭിഷേക് ഇവിട്ട് ബാറ്റിംഗ് ശേഷം വന്ന ആൾക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. സഞ്ജു 5, പിന്നെ ഇഷാൻ കിഷൻ 1, ശ്രേയസ് അയ്യർ 3. ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ തകർന്നു വീണ അവസ്ഥ തന്നെയാണ്. ഞാനും വലിയ അത്ഭുതപ്പെടാൻ നിൽക്കുന്നില്ല. കാരണം കുഴപ്പമില്ല, ഇതിലൊന്നും വലിയൊരു കാര്യമൊന്നുണ്ട് എനിക്ക് തോന്നുന്നു. എന്തായാലും സഞ്ജു സാംസനെ ഇനി ഈ 2020 ഒന്നും പ്രൂവ് ചെയ്യാണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശ്രേയസ് അയ്യർക്കൊന്നും പ്രൂവ് ചെയ്യാനുള്ളത്, ഇഷാൻ കിഷൻ പ്രൂവ് ചെയ്യുന്നില്ല. ഇവരൊക്കെ വേൾഡ് ചാമ്പ്യൻസാണ്. ഇനി ഇവർക്ക് എന്ത് പ്രൂവ് ചെയ്യാതെ ഇപ്പോൾ ഒരു കളി ഈ അയർലൻഡിൽ തോറ്റു വെച്ചിട്ട് ഇപ്പം അടുത്ത കളി ചിലപ്പോൾ സഞ്ജു വലിയ സ്കോർ എടുക്കില്ല. ഇത് സഞ്ജുവിന് ഇപ്പോൾ ഇതൊക്കെ ശീലമായി. വിമർശനങ്ങളൊക്കെ വരും, പക്ഷേ വിമർശനങ്ങളൊക്കെ സഞ്ജു ബാറ്റ് കൊണ്ട് തന്നെ നേരിടുന്നു. അതില്ലേ വേൾഡ് കപ്പിലെ മാൻ ഓഫ് സീരീസ്. അപ്പോൾ അതിൽ ഈ മത്സരത്തിൽ തോറ്റയിലൊന്നും അല്ലെങ്കിൽ സഞ്ജു മോശമായി, ഇല്ലെങ്കിൽ ഇന്ത്യൻ ബാറ്റിംഗ് മോശമായി, വേൾഡ് ചാമ്പ്യന്മാർ അവരുടെ നിലവാരത്തിനോട് കളിച്ചില്ലെന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എല്ലാവർക്കും ഒന്നും കളിക്കാനും പറ്റുന്നില്ല. അത് കാരണം ഞാൻ വലിയ ഇതായിട്ട് ഇന്ത്യൻ ടീമിനെ വിമർശിക്കാൻ നിൽക്കുന്നില്ല. അവരതിനൊക്കെ വലിയ കാര്യം ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അത് കാരണം കൊണ്ട് എന്തായാലും അടുത്ത മത്സരം തോറ്റിട്ടുണ്ട്. പിന്നെ അടുത്ത മത്സരം ഒന്ന് ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജയിച്ചിട്ട് വന്നു പരമ്പര സമനിലയിലാക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ പരമ്പര പോവുകയാണെങ്കിൽ പോലും എനിക്ക് വലിയ സങ്കടമൊന്നുമില്ല. കാരണം അതിനൊക്കെ വലിയ ചെയ്തിട്ട് വന്നിരിക്കണേ. ഇപ്പോൾ സഞ്ജുവിനെ വിമർശിക്കാൻ നിൽക്കേണ്ടത് വെച്ചാൽ അവരോടൊക്കെ ഒന്നേ പറയാനുള്ളൂ. ആ വേൾഡ് കപ്പ് ഒന്നുകൂടി എടുത്ത് കാണുക. പ്രത്യേകിച്ച് വിർച്വൽ ക്വാർട്ടർ ഫൈനലും സെമി ഫൈനൽ ഫൈനലൊക്കെ ഒന്നുകൂടി എടുത്ത് കാണുക. പിന്നെ പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിലെ ബാറ്റ്സ്മാൻമാരുടെ കാര്യം ഇഷാൻ കിഷൻ ആണെങ്കിലും അവർ ആളുടെ ബാറ്റിംഗ് കൊണ്ട് പോയി കാണുക വേൾഡ് കപ്പിൽ. ശ്രേയസിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യം IPL ഒക്കെ ഒന്ന് കണ്ടാൽ മതി. അപ്പം എത്രയേ പറയാനുള്ളൂ. എന്തായാലും വിമർശകർ വിമർശിച്ചുകൊണ്ടേയിരിക്കും. അത് ഒരു കളി തോറ്റു എന്ന് വെച്ചിട്ട് മാതിരി വിമർശനം വിമർശിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. വിമർശനം നല്ലതാണ്. പക്ഷേ ഇപ്പോൾ ഒരു കളി തോറ്റു, അടുത്ത കളി ചിലപ്പോൾ തോക്കുമായിരിക്കും, പരമ്പര അടിയാറോ വെക്കുമായിരിക്കും, മിക്കവാറും ജയിക്കുമായിരിക്കും. അതൊക്കെ പാർട്ട് ഓഫ് ദി ഗെയിം. വേൾഡ് കപ്പൊന്നല്ലല്ലോ, ഒരു ഇൻ്റർനാഷണൽ ഒരു പരമ്പരയല്ലേ. ഇനി അയർലൻഡ് കഴിഞ്ഞാൽ നേരെ ഇംഗ്ലണ്ടിലേക്ക് വരുന്നുണ്ട് കളിക്കാൻ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ്. കാര്യം നോക്കണ്ട.